അങ്ങനെ നല്ല അടിപൊളി ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു ഗ്ലാസ് പച്ചരി ഇട്ടു, ഒറ്റ ഗ്ലാസ് എടുത്തുള്ളൂ. ആ പച്ചരിയിലേക്ക് തന്നെ കുറച്ച് ഉഴുന്നിട്ട്, ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തുള്ളൂ. ഉലുവ കുറച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് ഇത് കുതിരാൻ വെക്കട്ടെ. ഒരു മണിക്കൂറൊന്നും വേണ്ട, അപ്പോഴേക്കും ഇത് കുതിർന്നിട്ടുണ്ടാവും. 2 മണിക്കൂർ കഴിഞ്ഞു. അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരക്കുമ്പോ കൂട്ടത്തിൽ കുറച്ച് ചോറിടുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടൊന്ന് അരക്കട്ടെ. അരക്കുമ്പോ തന്നെ മിക്സിയിൽ ഉപ്പിടുന്ന. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചു കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ എത്തട്ടെ. ഇനി അടച്ച് വെക്കുക. രാവിലെയാണല്ലോ ചുടുന്നത്. ഇനിയാണ് ഞാനിത് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യ ചെയ്യുന്നത്. പുറത്ത് നല്ല മഴയാ, അതുപോലെ തണുപ്പുണ്ട്. അപ്പം ഉഴുന്ന് എത്ര ഇട്ടാലും പൊങ്ങൂര. ചിലപ്പോൾ അങ്ങ് പൊങ്ങൂം, ചിലപ്പോൾ പൊങ്ങൂര. അപ്പം അത് ഉറപ്പിക്കുക ഈ വിദ്യ ചെയ്താൽ. നമ്മൾ റൈസ് കുക്കർ എടുക്കുക. അത് റൈസ് കുക്കറാ. അതിലൊരു പാത്രം വെക്കുക. ഈ പാത്രത്തിന്റെ മേലെ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, നല്ല ചൂടുവെള്ളം. ആ ചുടുവെള്ളത്തിന്റെ മേലെ ഇത് വെക്കുക. നമ്മളെ അരച്ച് വെച്ച മാവ് വെക്കുക. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെക്കുക. ഇനി നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് തുറന്ന് നോക്കാം എന്തായി എന്നുള്ളത് നോക്കാം. പൊങ്ങിയോ അല്ലെങ്കിൽ പൊങ്ങിയില്ലയോ ഒക്കെ നാളെ കാണാം. നേരം വെളുത്തു. ഇനി ദോശ ചൂടാൻ പോവാണ്. നോക്കട്ടെ എന്തായി എന്നുള്ളത്. തുറന്ന് നോക്കട്ടെ. ഇതാ, സൂപ്പർ. ഇതാ പാത്രം നിറഞ്ഞു കേട്ടോ. അടിപൊളിയാ. അപ്പൊ ഈ സൂത്രം നല്ലതാട്ടോ. ചുടുവെള്ളം വെച്ചതിന്റെ മേലെ വെച്ചാൽ ഇങ്ങനെ അങ്ങ് പൊങ്ങും. ഈ തണുപ്പ് കാലാവസ്ഥയിലാണ് ഈ പൊങ്ങുന്നത്. അതാ നോക്കേണ്ടത്. ഇനി ഞാൻ ചുടാൻ നോക്കട്ടെ. ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. അടിപൊളിയാട്ടോ. അതോ നല്ല സ്പോഞ്ച് പോലെ ആവും. ബിസ്മില്ലാഹിർ അടച്ചു വെക്കുക. കണ്ടില്ലേ പൊങ്ങിയത്? ഇപ്പം തന്നെ കാണാം, പുറത്തൂടെ തന്നെ കാണാം. ഇതിൽ 2 നവി ഒഴിക്കാം. നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. അടച്ചു വെക്കാം. കണ്ടില്ലേ സ്പോഞ്ച് പോലെ ആവുന്നത്? നല്ല അടിപൊളി ദോശയാ. നല്ല സൂപ്പർ ദോശ. ഒരു ബന്നിന്റെ ഒക്കെ കട്ടി വരുന്നുണ്ട് കേട്ടോ. സ്പോഞ്ച് പോലെ ആയിട്ട്. ഞാൻ പൊങ്ങുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര പൊങ്ങുന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് പൊങ്ങിയത് കണ്ടോ? എന്താ ഉഷാറിൽ പൊങ്ങിയത്. ദോശ ചുട്ട് കഴിഞ്ഞു. അങ്ങനെ നല്ല അടിപൊളി ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും തന്നേരം സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.